2018 പുറത്തിറങ്ങിയ ചലച്ചിത്രം സീക്രട്ട് മില്യനെയറുടെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ഏറെ സമ്പന്നനായ വില്യത്തിന്റെ വീട്ടിൽ നടക്കുന്ന ഒരു പാർട്ടിയോടനുബന്ധിച്ചാണ്. പേറ്റൻ എന്നു പേരുള്ള വലിയൊരു കമ്പനിയുടെ ഉടമയാണ് അദ്ദേഹം. വില്യത്തിന് ഒരേ ഒരു മകനാണുള്ളത്. ഷോൻ എന്നാണ് അവന്റെ പേര്. ഷോൻ എന്ന പാർട്ടിക്ക് തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ജാരറ്റിനൊപ്പം വീട്ടിലേക്കെത്തി. ഒറ്റ മകനായതുകൊണ്ട് തന്നെ വില്യത്തിന്റെ സമ്പാദ്യത്തിന്റെ മുഴുവൻ അവകാശിയും അവൻ മാത്രമാണ്. പാർട്ടിക്കിടയിൽ ജാരറ്റ് ഷോനിനടുക്കൽ പാർട്ടിയിൽ വന്നിരിക്കുന്ന 3 പെണ്ണുങ്ങൾ കുറേയധികം നേരമായി അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ജാരറ്റ് ഷോനിനോട് അവരോട് പോയി സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. ഷോൻ പൊതുവെ അല്പം ശരിയായിട്ടുള്ള ആളാണ്. ജാരറ്റ് നിർബന്ധിച്ചതുകൊണ്ടും മോട്ടിവേറ്റ് ചെയ്തതുകൊണ്ടും അവരോട് പോയി സംസാരിക്കാൻ ഷോൻ തയ്യാറായി. ഷോൻ അവരുടെ അടുത്തെത്തി സംസാരിച്ചു നിന്നതും കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ജെസ് എന്ന പെൺകുട്ടി ഷോനിനെ അല്പം കളിയാക്കി. സംസാരത്തിനിടയിൽ ജെസ്സിന്റെ കയ്യിൽ നിന്നും ഷോനിന്റെ കോട്ടിലേക്ക് ഡ്രിങ്കും മറിഞ്ഞു വീണു. അതുകൊണ്ട് തന്നെ ഷോണിന് ചേഞ്ച് ചെയ്യുവാൻ തന്റെ മുറിയിലേക്ക് പോകേണ്ടിയും വന്നു. ഷോൺ പോയതിനു പിന്നാലെ ജാരറ്റിനോട് സംസാരിക്കാൻ നിൽക്കാതെ ആ പെൺകുട്ടികളും അവിടെ നിന്ന് മാറി. ഇതേ സമയം പാർട്ടി നടക്കുന്ന വീടിന് പുറത്ത് പാർട്ടിക്കെത്തിയിരുന്ന ഗസ്റ്റുകളുടെ കാറിൽ കുറച്ച് ടീനേജേഴ്സിന്റെ സംഘം പോസ്റ്ററുകൾ പതിപ്പിക്കുകയായിരുന്നു. പേറ്റൻ കമ്പനിയുടെ പുതിയ നീക്കത്തിന് അവർ എതിരായതുകൊണ്ടായിരുന്നു അവരത്തരത്തിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ടീനേജർ ഗ്രൂപ്പിന്റെ ലീഡറായിട്ടുണ്ടായിരുന്നത് ആലീസ് എന്ന പെൺകുട്ടിയുമായിരുന്നു. കമ്പനി നഗരത്തിലെ ഫേമസ് ആയ പ്ലേ ഗ്രൗണ്ടും പാർക്കും അടങ്ങിയ അവരുടെ സ്ഥലം ഇപ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ട് അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ആക്കി മാറ്റാൻ പോകുന്നു എന്ന തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. അതിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു അവരുടേത്. മുറിയിലെത്തി ഡ്രസ്സ് മാറിയ ഷോണാകട്ടെ ഗോൾഫ് സ്വിംഗ് പ്രാക്ടീസ് ചെയ്ത് അവിടെ തന്നെ നിൽക്കാൻ തുടങ്ങി. അവൻ പിന്നീട് പാർട്ടിയിലേക്ക് പോയില്ല. ആ സമയം അവന്റെ അച്ഛൻ വില്യം മുറിയിലേക്ക് കടന്നു വന്നു. മുറിയിലെത്തിയ അവന്റെ അച്ഛൻ വില്യം അവനോട് പറഞ്ഞത് ജസ്സിനെ അവൻ വിവാഹം കഴിക്കണം എന്ന തരത്തിലായിരുന്നു. ജസ് വില്യത്തിന്റെ സമ്പന്നനായ അടുത്ത സുഹൃത്തിന്റെ മകളാണ്. പക്ഷേ ഷോനിന് ജസ്സിന്റെ ബിഹേവിയറോ പെരുമാറ്റമോ ഒന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. തനിക്കതിന് സാധിക്കില്ലെന്ന് അവൻ പറഞ്ഞു. അത് കേട്ടതും അവന്റെ അച്ഛൻ അല്പം ഡിസപ്പോയിന്റഡ് ആയി. ഷോനിനോട് ഒരാഴ്ചക്കകം ജോലി കണ്ടെത്തണമെന്നും അവന് ജോലി കണ്ടെത്താനായില്ലെങ്കിൽ കമ്പനിയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവൻ ജോലി നോക്കേണ്ടി വരും എന്നും അവന്റെ അച്ഛൻ കണിശമായി പറഞ്ഞു. ഷോനിന് പൊതുവെ അച്ഛന്റെ കമ്പനിയിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി അവൻ നടക്കുകയായിരുന്നു. പക്ഷേ അച്ഛൻ ഇപ്പോൾ കട്ടായം പറഞ്ഞിരിക്കുകയാണ്. ഇതേ സമയം പുറത്ത് ആലീസും സംഘവും കാറുകളിൽ പോസ്റ്റർ വെച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ വെക്കാൻ ബാക്കിയായത് വില്യത്തിന്റെ കാറിലായിരുന്നു. കാറിന് മുന്നിൽ 2 ഗാർഡുകളും നിൽക്കുന്നുണ്ട്. പക്ഷേ ആലീസ് മടിച്ചില്ല. വില്യത്തിന്റെ കാറിനടുത്തുമെത്തി അതിലും പോസ്റ്റർ വെച്ചു. ഗാർഡുകളുടെ ശ്രദ്ധയിൽ വൈകാതെ അത് പെടുകയും ചെയ്തു. ഗാർഡുകൾ അവളുടെ പിന്നാലെ ഓടിച്ചെന്നു. അതോടെ ആലീസും സംഘത്തിലെ ടീനേജേഴ്സും അവിടെ നിന്ന് ഓടിമാറാൻ ആരംഭിച്ചു. ഗാർഡ്സ് അവരുടെ പിന്നാലെ ഓടിയെത്താൻ തുടങ്ങി. ആലീസ് ആകട്ടെ ഒരു പോർഷെ കാറിന്റെ മറവിൽ മറഞ്ഞിരുന്നു. യാദൃശികമെന്ന് പറയട്ടെ, അത് ഷോണിന്റെ കാറായിരുന്നു. കാറെടുക്കാൻ ഷോൺ ആ സമയം പുറത്തേക്ക് വന്നു. ആലീസിനെ കണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഷോൺ വളരെ സമ്പന്നനായ വ്യക്തിയായിരിക്കും എന്നായിരുന്നു ആലീസ് ആദ്യമേ കരുതിയത്. പക്ഷേ താൻ വെറും ഒരു പാർക്കിംഗ് വാലറ്റ് ആണ് എന്ന മട്ടിൽ തന്റെ ഐഡന്റിറ്റി മറച്ചുവെച്ച് ഷോൺ ആലീസിനോട് സംസാരിച്ചു. ഷോൺ പേറ്റൻ കമ്പനിയുടെ അനന്തരാവകാശിയാണ് എന്ന് ആലീസ് മനസ്സിലാക്കിയതുമില്ല. ആ സമയം ഗാർഡുകൾ ആലീസിനെ കാണുകയും അങ്ങോട്ടേക്ക് ഓടിയെത്താൻ തുടങ്ങുകയും ചെയ്തു. പക്ഷേ ഷോൺ ഗാർഡുകളെ തടഞ്ഞ് അവരെ പറഞ്ഞുവിട്ടു. പിന്നാലെ ഓടിയ ആലീസിന്റെ പുറകെ അവനും ഓടിച്ചെന്നു. കുറച്ചു ദൂരം ഓടിയെത്തിയതും ഇരുവരും നിന്നു. ശേഷം ആലീസിനോട് എന്താ നടക്കുന്നത് എന്നവൻ തിരക്കി. പേറ്റൻ കമ്പനിയുടെ പോളിസിയെപ്പറ്റും തങ്ങളുടെ പ്രതിഷേധത്തെപ്പറ്റിയും ആലീസ് പറഞ്ഞു. ഷോണും ആലീസിന്റെ പ്രതികരണത്തോട് താനും യോജിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ കൂടെ ചേർന്നു. പെട്ടെന്ന് തന്നെ സംസാരിച്ച് അവർ പരിചയപ്പെട്ടു. താനൊരു ഫുഡ് ട്രക്കിൽ പാർട്ട് ടൈമായി വർക്ക് ചെയ്യുന്നു എന്ന് ആലീസ് പറഞ്ഞു. അവളുടെ സ്വാതന്ത്ര്യ ബോധത്തിലും അവളുടെ പെരുമാറ്റത്തിലുമൊക്കെ ഷോനും ഇംപ്രസ്ഡ് ആയിരുന്നു. ആലീസിനൊപ്പം ഫുഡ് ട്രക്ക് ബിസിനസ്സിൽ ജോയിൻ ചെയ്യാനുള്ള തന്റെ താല്പര്യം ഷോൺ അവളോട് പ്രകടിപ്പിച്ചു. ട്രക്കെടുത്ത് ആലീസ് പോവാൻ പോയപ്പോൾ അവൾ ഷോണിനെയും ക്ഷണിച്ചു. ഷോണും ഫുഡ് ട്രക്കിൽ കയറി. അവർ ട്രക്കുമായി നേരെ പോയത് പേറ്റൻ കമ്പനി പൊളിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നഗരത്തിലെ പാർക്കിലേക്കായിരുന്നു. പാർക്കിന്റെ ഒരു വശത്ത് അവർ ട്രക്ക് പാർക്ക് ചെയ്തു. തങ്ങളുടെ ഫാമിലിയുടെ പാർക്കാണത് എന്ന് ഷോണിന് അറിയാമെങ്കിലും അക്കാര്യങ്ങളൊന്നും അവൻ അവളോട് പറഞ്ഞതേയില്ല. കൾണറി സ്കൂളിൽ പഠിച്ചിട്ടുള്ള കുക്കിങ്ങിൽ സ്കില്ലുള്ള അവൻ ആലീസിനെ ഇംപ്രസ് ചെയ്യിക്കാൻ അവിടെ വെച്ചൊരു ടോസ്റ്റ് ഉണ്ടാക്കി. ടോസ്റ്റ് ആലീസിന് ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആലീസ് അവനൊരു ജോബുടൻ വാഗ്ദാനം ചെയ്തു. ഫുഡ് ട്രക്കിന്റെ ഉടമ ആലീസിന്റെ ബോസ് ടോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഷെഫിനെ അന്വേഷിക്കുന്നുണ്ട്. ആ ജോലിയിലേക്കായിരുന്നു ആലീസ് അവനെ ക്ഷണിച്ചത്. അച്ഛൻ പറഞ്ഞതിന് പ്രകാരം ഷോണും ജോലി അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ആലീസിന്റെ ആ ഓഫർ സന്തോഷത്തോടെ അവൻ സ്വീകരിച്ചു. തനിക്കിഷ്ടമുള്ളത് ചെയ്യുവാൻ അവൻ കൂടുതൽ താല്പര്യപ്പെട്ടിരുന്നു. ഇതേ സമയം മറുവശത്ത് ഷോണിന്റെ അച്ഛൻ വില്യം ജസ്സുമായി സംസാരിക്കുകയായിരുന്നു. ഷോൺ അല്പം നാണക്കാരനാണെന്നും അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ അല്പം ക്ഷമ വേണം എന്നും ജസ്സിനോട് വില്യം
വില്യം പറഞ്ഞു. ജസ്സിന് ഷോണിനെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛന്റെ നിർദ്ദേശം അവൾ അംഗീകരിച്ചു. അവരുടെ റിലേഷൻ തന്നെ ബിസിനസ് റീസൺസ് കാരണം വില്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരുന്നു. പിന്നീട് ആലീസ് തന്നെയായിരുന്നു ഫുഡ് ട്രക്കിൽ ഷോണെ ഡ്രോപ്പ് ചെയ്തത്. വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും തന്റെ ഐഡന്റിറ്റി പാളുമല്ലോ എന്നോർത്ത് ഷോൺ അത് വേണ്ടെന്ന് പറഞ്ഞു. പാർക്കിന്റെ ഒരു വശത്ത് അവൻ ഇറങ്ങി. ശേഷം ടാക്സി പിടിച്ചിട്ടായിരുന്നു അവൻ വീട്ടിലേക്ക് പോയത്. വീട്ടിലെത്തി അവൻ ജാരറ്റുമായി സംസാരിച്ചു. ആലീസിനെ പരിചയപ്പെട്ട കാര്യവും മറ്റും പറഞ്ഞു. തനിക്ക് ആലീസിനെ അത്രമേൽ ഇഷ്ടപ്പെട്ടു എന്ന് കൂട്ടിച്ചേർക്കുകയും അവൾ മറ്റു പെൺകുട്ടികളെ പോലെയല്ല, അവളുടെ സിംപ്ലിസിറ്റിയും ആക്റ്റീവ്നെസ്സും ഒക്കെ ചുമ്മാ അടിപൊളിയാണ്. മാത്രമല്ല ഞാൻ എന്താണോ ആ രീതിയിൽ അവൾ എന്നെ അക്സെപ്റ്റ് ചെയ്തു. എന്റെ പണം കണ്ട് എന്റെ പിന്നാലെ വന്നതൊന്നുമല്ല അവൾ എന്നൊക്കെ അവൻ വാചാലനായി. പിന്നാലെ താൻ ആ ഫുഡ് ട്രക്കിൽ വർക്ക് ചെയ്യാൻ പോകുന്നു എന്നും ഷോൺ വ്യക്തമാക്കി. പക്ഷേ ജാരറ്റിന് അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. അവന്റെ അച്ഛന് അവൻ കമ്പനിയുടെ ഉയർന്ന സ്ഥാനം ഏറ്റെടുക്കണം എന്നാണ് എന്നുള്ള കാര്യം ജാരറ്റ് ഒന്നുകൂടി അവനെ ഓർമ്മിപ്പിച്ചു. പക്ഷേ തന്റെ തീരുമാനവുമായി മുന്നോട്ടു പോകുവാൻ ഷോൺ തീരുമാനിച്ചിരുന്നു. ഇതേ സമയം ആലീസ് ആകട്ടെ തന്റെ കൂട്ടുകാരി ബെറ്റിന്റെ കഥകൾ കേൾക്കുകയായിരുന്നു. ബെറ്റിന് 2 ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആലീസിനടുക്കൽ ഒരു ബോയ് ഫ്രണ്ടിനെ തിരയുമ്പോൾ ഒരിക്കലും അൺകംഫോർട്ടബിൾ ആയി ഫീൽ ചെയ്യരുത് എന്നുള്ള സജഷൻ അവൾ മുമ്പോട്ട് വെച്ചു. പിന്നാലെ താൻ ഷോണിനെ പരിചയപ്പെട്ട കാര്യമൊക്കെ ആലീസ് ബെറ്റിനോട് വിശദീകരിച്ചു. പിറ്റേന്ന് ഫുഡ് ട്രക്കിലെ തന്റെ ജോലിക്ക് ആലീസ് അല്പം വൈകിയായിരുന്നു എത്തിയത്. പക്ഷേ ഫുഡ് ട്രക്കിന്റെ ഓണറായ നിയ അതിനോടകം എത്തിയിരുന്നു. ആലീസിന്റെ ജോലി നിയ ചെയ്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലാതെ മുമ്പോട്ട് പോയി. ഷോണിന്റെ വർക്കിലും നിയ വല്ലാതെ ഇംപ്രസ്ഡ് ആയിരുന്നു. തന്റെ അഭിപ്രായം നിയ ആലീസിനോടും തുറന്നു പറഞ്ഞു. തന്റെ ജോലിയിലെ ഫസ്റ്റ് ദിവസം തന്നെ ഷോൺ തന്റെ കയ്യിലുള്ള ഫാൻസി കുക്കിംഗ് ഐറ്റം കൊണ്ടുവന്നിരുന്നു. കൾനറി സ്കൂളിൽ നിന്നും അവന് കിട്ടിയ ഗിഫ്റ്റ് ആയിരുന്നു അത്. അന്ന് ഫുഡ് ട്രക്ക് ബിസിനസിന് നല്ല തിരക്കുണ്ടായിരുന്നു. മൂവരും ചേർന്ന് നല്ല രീതിയിൽ തിരക്കുകൾ മാനേജ് ചെയ്തു. ജോലി അവസാനിച്ചപ്പോൾ ആലീസ് വീട്ടിലേക്കായിരുന്നില്ല മടങ്ങിയത്. പാർക്ക് ഇടിച്ചു പൊളിച്ചു തകർത്ത് അവിടെ അപ്പാർട്ട്മെന്റ് വരുന്നതിനെതിരെ ഒരു പെറ്റീഷൻ കൊടുക്കുവാൻ അവൾ പബ്ലിക്കിന്റെ ഒപ്പുശേഖരണത്തിന് പോവുകയായിരുന്നു. താനും കൂടെ വരാം എന്ന് ഷോൺ പറഞ്ഞു. അവർ കറക്റ്റായ ഒരു സ്ഥലത്ത് ചെന്ന് നിന്ന് ഒപ്പുകൾ ശേഖരിക്കാൻ ആരംഭിച്ചു. 2 വശത്തായി മാറി നിന്നായിരുന്നു അവർ ഒപ്പുശേഖരണം നടത്തിയിരുന്നത്. ഈ സമയം ജസ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഷോണിനെ കണ്ട് ഷോണിന്റെ അടുത്തേക്ക് വന്നു. നമുക്കൊന്നിച്ചൊരു ഡേറ്റിന് പോയാലോ എന്ന് ഷോണിനോട് അവൾ ചോദിച്ചു. ജസ് വന്നപ്പോഴേക്കും കയ്യിലിരുന്ന പെറ്റീഷൻ മറച്ചു പിടിക്കുവാൻ ഷോണിന് സാധിച്ചിരുന്നു. അവളുടെ ഡേറ്റിനുള്ള ക്ഷണം നിരസിച്ച അവൻ ആലീസിനൊപ്പം തന്റെ ഒപ്പുശേഖരണവുമായി മുന്നോട്ടു പോകുവാനായിരുന്നു തീരുമാനിച്ചത്. പിന്നീട് പെറ്റീഷനിൽ ഒപ്പുശേഖരണമൊക്കെ കഴിഞ്ഞപ്പോൾ അവരൊന്നിച്ച് ആ പാർക്കിലേക്ക് പോയി. ആ പാർക്ക് നശിപ്പിക്കപ്പെട്ടാൽ താൻ എത്രമാത്രം ദുഃഖിതയാകും എന്നൊക്കെ ആലീസ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ പാർക്കിന്റെ ഫൗണ്ടർ ഇവിടുത്തെ റെസിഡൻസിനും നഗരവാസികൾക്കുമൊക്കെ വേണ്ടി അത് ദാനം ചെയ്തതാണ് എന്നും അവൾ കൂട്ടിച്ചേർത്തു. പാർക്കിലെ സ്റ്റോണിൽ പതിപ്പിച്ച പേരുകൾ ഷോൺ നോക്കിക്കണ്ടു. അവന്റെ മുത്തച്ഛന്റേതടക്കമുള്ള പേരുകളായിരുന്നു അത്. കുറച്ചുനേരം പാർക്കിൽ സമയം ചെലവിട്ട ശേഷം ഇരുവരും വീടുകളിലേക്ക് മടങ്ങി. ഷോൺ ടാക്സി പിടിച്ച് വീട്ടിലെത്തി. വീട്ടിലേക്ക് കയറുമ്പോൾ അച്ഛൻ വില്യം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അച്ഛന്റെ മുമ്പിൽ ചെന്നിരുന്ന ഷോൺ അച്ഛനോട് സംസാരിക്കാൻ തുടങ്ങി. തന്റെ പുതിയ ഷെഫ് ജോലിയെ പറ്റിയായിരുന്നു ഷോൺ ആദ്യമേ സംസാരിച്ചത്. അച്ഛനടുക്കൽ എന്തിനാണ് അച്ഛൻ ഈ പാർക്ക് പൊളിച്ചിപ്പോ അപ്പാർട്ട്മെന്റ് ഒക്കെ പണിയാൻ പോകുന്നത് എന്നും ഷോൺ ചോദ്യം ചെയ്തു. പക്ഷേ അവന്റെ അച്ഛൻ അതിന് മറുപടി പറഞ്ഞില്ലെന്ന് മാത്രമല്ല അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. പിന്നാലെ അച്ഛനൊരു ഫോൺ കോൾ വന്നതുകൊണ്ട് അദ്ദേഹം അതിലേക്ക് തിരിയുകയും ചെയ്തു. പാർക്കിൽ നിന്നും മടങ്ങി വന്ന ആലീസ് ചെയ്തത് ബെറ്റിന്റെ ഇടത്തേക്ക് പോവുകയെന്നതായിരുന്നു. അവിടെ ഒരു പോയിട്രി റീഡിംഗ് ഇവന്റ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് മനോഹരമായ ഒരു കവിതാലാപനം നടന്നു. ഇവന്റ് കഴിഞ്ഞപ്പോൾ ബെറ്റിന്റെ ആദ്യ ബോയ് ഫ്രണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. പാസ്കൽ എന്നായിരുന്നു അയാളുടെ പേര്. തൊട്ടു പിന്നാലെ ബെറ്റിന്റെ പുതിയ ബോയ് ഫ്രണ്ട് ഗിഡിയോൺ ഫ്ലവേഴ്സുമായി അങ്ങോട്ടേക്ക് കടന്നെത്തി. പാസ്കൽ അതോടെ ഗുഡ് ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോയി. പാസ്കലിന്റെ സാന്നിധ്യമൊന്നും കാര്യമാക്കാതെ ഗിഡിയോൺ ബെറ്റുമായി സംസാരിച്ചുകൊണ്ടേയിരുന്നു. അന്ന് പിന്നീട് ഷോൺ ജാരറ്റിനെ കണ്ടു. പാർക്ക് തകർത്ത് ബിൽഡിംഗ് പണിയുന്ന അച്ഛന്റെ ഐഡിയയെപ്പറ്റി ഷോൺ ജാരറ്റുമായി ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. മുത്തച്ഛൻ ആ പാർക്ക് പണിത് അത് നഗരവാസികൾക്ക് സമർപ്പിച്ചതാണ്. അച്ഛൻ ഇപ്പോൾ ഈ ചെയ്യുന്നത് നീതികേടാണ് എന്നൊക്കെ അവൻ കൂട്ടിച്ചേർത്തു. ആലീസിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആലീസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നും ഷോൺ ജാരറ്റിനോട് ചോദിക്കാൻ തുടങ്ങി. നിങ്ങൾ സംസാരിക്കുമ്പോഴോ വർക്ക് ചെയ്യുമ്പോഴോ ജാരറ്റിന്റെ ഫേവറേറ്റ് സോങ് ഒക്കെ പ്ലേ ചെയ്യ്, എന്നിട്ട് അതിനെപ്പറ്റി സംസാരിച്ചു തുടങ്ങി അടുപ്പം സ്ഥാപിച്ചെടുക്ക് എന്നായിരുന്നു ജാരറ്റിന്റെ നിർദ്ദേശം. അടുത്ത ദിവസം ഷോൺ ജോലിക്കായി പോയി. ആ സമയം അവന്റെ അച്ഛൻ വില്യം അവന്റെ ഫുഡ് ട്രക്കിന്റെ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവനെന്താ അവിടെ ചെയ്യുന്നത് എന്ന തരത്തിൽ വില്യം ചോദിച്ചു. പക്ഷേ വില്യത്തിന് പരിചയമില്ലാത്ത പോലായിരുന്നു ഷോൺ പെരുമാറിയത്. വില്യമും പിന്നീട് അതങ്ങോട്ടേക്ക് മെയിൻറ്റെയിൻ ചെയ്തു. വില്യത്തിന് തിരിച്ചറിഞ്ഞ ആലീസ് ആകട്ടെ വില്യത്തിന്റെ അടുത്ത് ചെന്ന് പാർക്ക് നശിപ്പിക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിനെ പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞു. ഷോൺ ഉടൻ ഇടയ്ക്ക് കയറി വില്യത്തിനോട് അവിടെ നിന്ന് പോവാൻ പറയുകയും വേറെ കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് പറയുകയും ഉണ്ടായി. അതോടെ വില്യം അവിടെ നിന്ന് പോയി. ഷോൺ അന്ന് ചാരിറ്റിക്ക് കുറച്ച് ഫുഡ് കൊടുത്തിരുന്നു. അന്ന് വൈകിട്ട് ഫുഡ് ട്രക്കിൽ
വീട്ടിലെത്തിയ ഓണർ നിറ്റ വില്യം ചാരിറ്റിക്ക് ഫുഡ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് അതിലുള്ള തന്റെ അതൃപ്തി അറിയിച്ചു. ഇത് ബിസിനസിന് വേണ്ടിയാണ് നടത്തുന്നതെന്നും ചാരിറ്റിക്ക് വേണ്ടിയല്ല എന്നുമൊക്കെ അവർ പറഞ്ഞു. നിങ്ങൾക്കത് ഓക്കെയായി തോന്നിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ പണം എന്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യാം എന്നായിരുന്നു ഷോണിന്റെ മറുപടി. അന്ന് ആലീസ് ഷോണിനെ ഡിന്നറിന് ക്ഷണിച്ചു. ഷോണിന്റെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും മറ്റും ആലീസിനെ ഇംപ്രസ് ചെയ്യിച്ചിരുന്നു. ഷോൺ ആ ക്ഷണം സ്വീകരിച്ചു. തിരക്ക് പിടിച്ച് വീട്ടിലെത്തി തയ്യാറായി. ജാരറ്റിനോട് ഒരു പഴയ കാർ കൊണ്ടുവന്നു തരാനും ആവശ്യപ്പെട്ടു. പഴയ കാറിൽ ആലീസിനെ ഡിന്നറിന് കൊണ്ടുപോവാനായിരുന്നു ഷോൺ ചിന്തിച്ചത്. ജാരറ്റ് വൈകാതെ ഒരു പഴയ കാറുമായി എത്തി. ഷോൺ ഇറങ്ങിയ കാർ ചുറ്റിക്കാണുന്ന സമയം അവന്റെ അച്ഛൻ വില്യം അങ്ങോട്ടേക്ക് വന്നു. ആ പഴയ കാറിനും ഡീസൽ അടിക്കാൻ എന്റെ പണം തന്നെയല്ലേ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ് വില്യം ഷോണിനെ കളിയാക്കുക പോലും ചെയ്തു. വളരെ ഷാർപ്പായി ഷോൺ തന്റെ അച്ഛനെ നോക്കി. പിന്നീട് കാറുമെടുത്ത് അവൻ ആലീസിന്റെ ഇടത്തേക്ക് ചെന്നു. ഷോണിനെ കണ്ട് ആലീസിന് സന്തോഷം തോന്നിയിരുന്നു. അവൻ വന്ന പഴയ കാറൊന്നും അവൾക്ക് വിഷയമേ ആയിരുന്നില്ല. അവരൊന്നിച്ച് നല്ലൊരു റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിച്ച് ഒന്നിച്ച് സംസാരിച്ചു. മുമ്പ് തനിക്കൊരു റിലേഷൻ ഉണ്ടായതായും അയാൾ തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനൊപ്പം തന്നെയും ചതിച്ചുവെന്നും അവൾ അവനോട് വ്യക്തമാക്കി. പിന്നാലെ ഷോണിനോട് ഷോണിനെ പറ്റി പറയുവാൻ ആലീസ് ആവശ്യപ്പെട്ടു. താൻ ഒരിക്കലും ഒരു മിനി ഗോൾഫ് ഗെയിം വിജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഷോൺ കാര്യമായൊന്നും വിശദീകരിക്കാതെ നമുക്കൊരു മിനി ഗോൾഫ് ഗെയിം കളിച്ചാലോ എന്ന് ചോദിച്ചു. റെസ്റ്റോറന്റിന്റെ വശത്തുള്ള മിനി ഗോൾഫ് ഗെയിം കളിക്കുന്നിടത്ത് പോയി അവരൊന്നിച്ച് കളിക്കാനും ആരംഭിച്ചു. അവർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കെ അപ്പോഴാണ് ആലീസ് അവരുടെ പെറ്റീഷനിൽ 500 ഒപ്പുകൾക്ക് താഴെയാണുള്ളത് എന്ന കാര്യം ഓർക്കുന്നത്. പെറ്റീഷൻ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 1000 ഒപ്പെങ്കിലും വേണമായിരുന്നു. അതും സിറ്റി റെസിഡൻസിൽ നിന്ന് തന്നെ വേണം. ഷോൺ അവളെ മോട്ടിവേറ്റ് ചെയ്തു. 1000 ഒപ്പുകൾ ശേഖരിക്കാൻ അവൾക്ക് സാധിക്കും എന്ന് അവളോട് പറഞ്ഞു. അടുത്ത ദിവസം ബെറ്റിൽ നിന്നും ഗിഡിയോണിൽ നിന്നും ഒരു സന്തോഷ വാർത്ത എത്തിച്ചേർന്നു. അവരുടെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ പെറ്റീഷനിൽ 700ഓളം ഒപ്പുകൾ സംഭരിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. അത് കേട്ടതും ആലീസിന് അത്രമേൽ സന്തോഷം തോന്നിയിരുന്നു. ആലീസ് ആ സന്തോഷം ഷോണുമായി പങ്കുവെച്ചു. അത് സെലിബ്രേറ്റ് ചെയ്യുവാൻ അവനോട് പയ്യുണ്ടാക്കാനും ആലീസ് ആവശ്യപ്പെട്ടു. അന്ന് പയ്യുണ്ടാക്കിയത് സെർവ് ചെയ്യാൻ നേരം താൻ ആരാണെന്ന സത്യം വെളിപ്പെടുത്തണം എന്ന് ഷോൺ ചിന്തിച്ചിരുന്നു. പക്ഷേ തൊട്ടുപുറകെ അവന്റെ അച്ഛൻ കോൾ ചെയ്തു. അതോടെ ആലീസിനോട് പറയാൻ വന്ന കാര്യം പറയാൻ പറ്റാതെ അവനുടൻ അവിടെ നിന്ന് പോകേണ്ടി വന്നു. അവനന്ന് വീട്ടിലെത്തുമ്പോൾ അവിടെ ഒരു പാർട്ടി പോലുണ്ടായിരുന്നു. ജെസ്സും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ജെസ്സിനും വില്യത്തിനുമൊപ്പം ഡിന്നർ കഴിക്കാനായിരുന്നു അച്ഛൻ അവനെ വിളിച്ചു വരുത്തിയത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഫുഡ് ട്രക്കിലെ ഷെഫ് എന്ന രീതിയിൽ ഷോണിനെ കുറച്ചു കാണിച്ച് സംസാരിക്കുവാൻ വില്യം ശ്രമിച്ചു. ഷോൺ അപ്സെറ്റ് ആയില്ലെന്ന് മാത്രമല്ല അതൊക്കെ അവൻ അപ്പോൾ തന്നെ വിട്ടുകളയുകയും ചെയ്തു. ആ ജോലിയിലും ആലീസിനൊപ്പമുള്ള സൗഹൃദത്തിലും താൻ എത്രമേൽ സന്തോഷവാനാണ് എന്നവൻ ആ സമയം അച്ഛനോട് തുറന്നു പറയുകയും ഉണ്ടായി. ഷോൺ ആ സമയം പെറ്റീഷൻ ഇഷ്യൂവിനെ പറ്റി വില്യത്തിന് മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചെങ്കിലും വില്യം അത് തള്ളിക്കളയുകയായിരുന്നു ചെയ്തത്. അതോടെ ഷോൺ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി. പിന്നാലെ ജസ്സും അങ്ങോട്ടേക്ക് വന്നു. എന്താ ശരിക്കും നടക്കുന്നത് എന്ന് ജസ് ഷോണിനോട് തിരക്കി. കാര്യം മനസ്സിലായതും പാർക്ക് ഒഴിപ്പിക്കുന്നതിൽ നിന്നും വില്യം അങ്കിളിനെ തടയാൻ നമുക്കൊരു ഡീലിലെത്തിയാലോ എന്ന തരത്തിൽ ജസ് ഒരു ഡീൽ അവന്റെ മുമ്പിലേക്ക് വെച്ചു. പാർക്ക് ഒഴിപ്പിക്കപ്പെടില്ലെങ്കിൽ ഡീലിന് കുഴപ്പമില്ല എന്ന് ഷോൺ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ അവളോട് അടുത്ത ദിവസം ക്ലബിൽ വെച്ച് മീറ്റ് ചെയ്യാം എന്നും അവൻ പറഞ്ഞു. അടുത്ത ദിവസം വർക്കിന് ഷോൺ വന്നിരുന്നില്ല. അതുകൊണ്ട് ആലീസ് നീയോട് എന്താണ് അവൻ വരാത്തതെന്ന് തിരക്കി. ഷോണിന് രോഗമാണെന്ന് പറഞ്ഞത് എന്നായിരുന്നു നീയുടെ മറുപടി. ആലീസ് ഷോണിനെ പറ്റി ആലോചിച്ച് വറീഡായി. അവൾ നീയോട് ഷോണിന്റെ അഡ്രസ് ചോദിച്ചു. ആ സമയമായിരുന്നു അങ്ങോട്ടേക്ക് ബെറ്റ് കടന്നു വന്നത്. ബെറ്റ് നീയക്കടുത്ത് വില്യം തങ്ങളുടെ പെറ്റീഷൻ തള്ളിക്കളഞ്ഞതായി അവളെ അറിയിച്ചു. പാർക്ക് ഒഴിപ്പിക്കാനും തീരുമാനിച്ചിരിക്കുന്നു എന്നും അവൾ കൂട്ടിച്ചേർത്തു. അത് ആലീസിനെ വല്ലാത്ത ദേഷ്യം പിടിപ്പിച്ചു. വില്യത്തിനെ നേരിൽ കാണണം എന്നവൾ തീരുമാനിച്ചു. വില്യം ക്ലോസ് ഫ്രണ്ടിന്റെ ഫാൻസി ക്ലബിലായിരിക്കും ഉണ്ടാവുക എന്നറിഞ്ഞ ആലീസ് അങ്ങോട്ടേക്ക് തിരിച്ചു. ഇതേ സമയം അതേ ക്ലബിലിരുന്ന് ഷോണും ജസ്സും സംസാരിക്കുകയായിരുന്നു. തങ്ങളുടെ എഗ്രിമെന്റ് ഡിസ്കസ് ചെയ്യാനായിരുന്നു ഷോൺ അവിടെ വെച്ച് ജസ്സിനെ കണ്ടത്. പക്ഷേ തലേ ദിവസം പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ജസ് പിന്മാറി. നമുക്കൊന്നിച്ച് അതിനെതിരെ പടപൊരുതണം എന്നൊക്കെ ജസ് ഷോണിനോട് പറയാൻ ആരംഭിച്ചു. വില്യത്തിനെ കാണുവാൻ അങ്ങോട്ടേക്കെത്തിയ ആലീസ് കണ്ടത് ഒന്നിച്ചിരിക്കുന്ന ജസ്സിനെയും ഷോണിനെയുമായിരുന്നു. ആലീസ് വല്ലാതായി. തങ്ങൾ ഫ്രണ്ട്സ് ആണെന്നും ഓരോ കാര്യം സംസാരിച്ചിരിക്കുകയാണെന്നും ഷോൺ ക്ലാരിഫൈ ചെയ്യാൻ നോക്കിയെങ്കിലും ആലീസിന് അതൊന്നും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. തൊട്ടു പിന്നാലെ ഷോൺ വില്യത്തിന്റെ മകനാണ് എന്ന കാര്യവും ആലീസ് അറിഞ്ഞു. ആകെ തകർന്നുപോയ ആലീസ് അവിടെ നിന്ന് തിരികെ പോന്നു. ഷോണും ആകെ തകർന്നിരുന്നു. വീട്ടിലെത്തിയവൻ കൂട്ടുകാരൻ ജാരറ്റിനടുത്ത് നടന്നതൊക്കെ വിശദീകരിച്ചു പറഞ്ഞു. ജാരറ്റ് ഷോണിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. ആലീസിനൊപ്പം കൂടിയതിൽ പിന്നെ
ഷോന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും ഇംപ്രൂവ്മെന്റും ഒക്കെ ജാരറ്റ് നോക്കിക്കണ്ടിരുന്നു. അതുകൊണ്ട് ഷോൺ ആലീസിനെ വിവാഹം കഴിക്കുന്നതിലും അവരൊന്നു ചേരുന്നതിലും ജാരറ്റിന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഷോണിനോട് ജാരറ്റിനെ കോണ്ടാക്ട് ചെയ്യാനും കാര്യങ്ങൾ വിശദീകരിക്കാനും ജാരറ്റ് ഉപദേശിച്ചു. ആലീസിനും അവനോട് ഇഷ്ടമുണ്ടാകേണ്ടതാണ് എന്നും ജാരറ്റ് വ്യക്തമാക്കി. ഷോൺ ആലീസിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ആലീസ് ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം ബെറ്റ് ലൈബ്രറിയിലായിരിക്കെ ഗിഡിയൻ അങ്ങോട്ടേക്ക് ചെന്നു ബെറ്റിനെ പ്രപ്പോസ് ചെയ്തു. വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പങ്കുവച്ചു. ഇതേ സമയം മറുവശത്ത് ഷോനും അച്ഛൻ വില്യമും തമ്മിൽ ചെറിയ വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയായിരുന്നു. തന്റെ ജീവിതത്തിന്റെ ഓരോ മുക്കും മൂലയും അച്ഛൻ കൺട്രോൾ ചെയ്യുന്ന പോലെ അവൻ അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. അതിനെപ്പറ്റിയായിരുന്നു അവരുടെ ഡിസ്കഷനും ആർഗ്യുമെന്റും സംഭവിച്ചത്. പാർക്ക് പെറ്റീഷൻ മുതൽ ജോലിയുടെ കാര്യം മുതൽ വിവാഹം വരെ അച്ഛനെല്ലാം സ്വാർത്ഥമായാണ് തീരുമാനിക്കുന്നത് എന്ന് അവൻ വാദിച്ചു. അന്ന് ഷോൺ അച്ഛനെയും കൂട്ടി പാർക്കിലേക്ക് പോയി. അവിടെ സ്ഥാപിച്ചിട്ടുള്ള സ്മാരക ശിലയുടെ അടുത്തു ചെന്നു. അതിൽ അവരുടെ ഗ്രാൻഡ് ഫാദറിന്റെയും മറ്റും പേരുകൾ കൊത്തിവെച്ചിരുന്നു. അദ്ദേഹം അത് നഗരവാസികൾക്ക് വിട്ടുകൊടുത്തതിന്റെ ഒരു സ്മാരകമായിരുന്നു അത്. വില്യം അവിടെ പാർക്കിന്റെ ബെഞ്ചിലിരുന്ന് ഷോനോട് സംസാരിക്കാൻ തുടങ്ങി. ആ പാർക്കിന്റെ ഹിസ്റ്ററിയെ പറ്റിയായിരുന്നു വില്യം പറഞ്ഞത്. സിറ്റിയേറെ തിരക്ക് കൂടി തുടങ്ങിയപ്പോൾ ഷോണിന്റെ മുത്തശ്ശൻ ആ പാർക്ക് പണി കഴിപ്പിക്കുകയായിരുന്നു. തന്റെ പേരക്കുട്ടികൾക്ക് കളിക്കുവാൻ ഇടം വേണമെന്ന് പറഞ്ഞായിരുന്നു മുത്തശ്ശനത് നടപ്പിലാക്കിയത്. ഞാനും നീയുമൊക്കെ ഈ പാർക്കിൽ കളിച്ചു തന്നെ വളർന്ന്. ഷോണൊന്നും മിണ്ടിയില്ല. വില്യം പിന്നാലെ ഷോൺ തന്റെ കമ്പനിയുടെ ഉയർന്ന സ്ഥാനത്ത് കമ്പനി ഏറ്റെടുത്ത് നടത്തണം എന്നാവശ്യപ്പെട്ടു. ഷോൺ തന്നോട് ക്ലോസ് ആവണം എന്ന് വില്യം ആഗ്രഹിച്ചിരുന്നു. ഷോൺ താൻ പറഞ്ഞ പോലെ കമ്പനിയുടെ ഉയർന്ന സ്ഥാനം ഏറ്റെടുത്ത് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ആരംഭിച്ചാൽ ആലീസുമായുള്ള ഷോണിന്റെ റിലേഷൻഷിപ്പിനും പാർക്കിന്റെ കാര്യത്തിലും ഷോൺ പറയുന്ന പോലെ തീരുമാനമെടുക്കാം എന്നുള്ളൊരു ഓഫറും വില്യം മുമ്പിലേക്ക് വെച്ചു. ഇതേ സമയം ആലീസ് ഫുഡ് ട്രക്കിന്റെ അടുത്തേക്കെത്തുകയായിരുന്നു. പാർക്കുടൻ തകർക്കപ്പെടാൻ പോകുന്നു എന്ന വാർത്ത ദുഃഖത്തോടെ ആലീസ് കൂട്ടുകാരോട് പങ്കുവെച്ചു. ആ സമയം അങ്ങോട്ടേക്ക് ജാരറ്റ് കടന്നു വന്നു. ഷോൺ കടന്നുപോയ അവസ്ഥകളെ പറ്റിയും യഥാർത്ഥ കാര്യങ്ങളെ പറ്റിയും ജാരറ്റ് ആലീസിനോട് വിശദീകരിച്ചു. ഷോൺ ജാരറ്റിനെ പ്രണയിക്കുന്ന കാര്യവും അവൻ വ്യക്തമാക്കി. ജാരറ്റ് പറഞ്ഞതത്രയും കേട്ടതും ആലീസ് ഉടൻ ഷോണിനെ കാണുവാൻ ഷോൺ ഉണ്ടെന്നറിഞ്ഞ പാർക്കിലേക്ക് പുറപ്പെട്ടു. പിന്നാലെ ആലീസ് എത്തി ഷോനെ കണ്ടു. തന്റെ തെറ്റിദ്ധാരണകൾക്ക് ആലീസ് അവനോട് ക്ഷമ ചോദിച്ചു. ഷോൻ അവളെ കുറ്റപ്പെടുത്തിയില്ല. അവളെ ചേർത്ത് പിടിച്ച് കൊണ്ടുവന്നു. അച്ഛൻ ആലീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നാലെ താൻ അച്ഛന്റെ കമ്പനി ഏറ്റെടുക്കാൻ പോവുകയാണെന്നും പാർക്ക് ഇവിടെ നിന്ന് ഒഴിപ്പിക്കപ്പെടില്ലെന്നും അതിന്റെ കാര്യത്തിലൊക്കെ ഇനി തീരുമാനമെടുക്കുക ഞാനായിരിക്കും എന്നും ഷോൻ ആലീസിനോട് പറഞ്ഞു. പിന്നാലെ ഷോൻ ആലീസിനോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞു. തന്റെ ഗേൾഫ്രണ്ട് ആവാമോ എന്ന് പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. സന്തോഷത്തോടെ ആലീസും പ്രപ്പോസൽ സ്വീകരിച്ചു. തെറ്റിദ്ധാരണകളൊക്കെ മാറ്റപ്പെട്ട് പ്രശ്നങ്ങൾ അവസാനിച്ച് എല്ലാം ഓക്കെയാകുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.